ഇതില് ഇപ്പം ഈ ഫ്രാഞ്ചൈസി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ റീജിയൻ വൈസ് ഉണ്ടല്ലോ. ഇപ്പൊ റീജിയൻ വൈസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോ സൗത്ത് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഒന്നും കൂടി ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സിറ്റീസ് നോക്കുമ്പോൾ ഇവിടുത്തെ അത്ര കോമ്പറ്റീഷൻ ആ ഭാഗത്തേക്ക് ഉണ്ടാവില്ല. നമ്മള് ബ്രാൻഡുകൾ നമ്മൾ ഇവിടുത്തെ എത്ര അവിടെ വെച്ചാൽ ഇവിടുത്തെ മീൻസ് നമ്മൾ നോർത്ത് ബ്രാൻഡുകളുണ്ട്, ഇവിടുത്തെ അത്ര ഷോപ്പുകളില്ല. അപ്പൊ അവിടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ട് എങ്ങനെയായാലും അവിടെ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ തൊടുപുഴ നമ്മളെ സ്റ്റോർ വരുന്നുണ്ട്, ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ ഈ പറയുന്ന പോലെ ബേബി ഹഗ് നല്ലൊരു ബ്രാൻഡാണ്, ഫസ്റ്റ് ക്രൈ വലിയ ബ്രാൻഡാണ്. പക്ഷെ എന്നാൽ പോലും കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ്. അതായത് അവിടെ കിട്ടാത്ത ട്രെൻഡി കളക്ഷൻസും ബെസ്റ്റ് MRP പ്രൊഡക്റ്റും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോ നമ്മളെ സ്റ്റോർ ഉള്ളത് നിയറസ്റ്റ് അവിടെ തൊടുപുഴ ഈ പറയുന്ന ബിസ്മി ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്താണ്. അപ്പൊ നമുക്ക് അവിടെ ബ്രാൻഡുകൾ ഇല്ലാത്ത പ്രശ്നമില്ല. ട്രെൻഡ്സ് ഉണ്ട്, മാക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബേബി ഹഗ് ഉണ്ട്, ഫസ്റ്റ് ക്രൈ ഉണ്ട്, എല്ലാ ബ്രാൻഡുകളും. എന്നിട്ട് പോലും നമുക്ക് അവിടെ കസ്റ്റമർ 100% ഹാപ്പിയാണ്. നമുക്ക് അവിടുത്തെ ഫ്രാഞ്ചൈസറിന് അത് പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയ നമുക്ക് ഈ റീജിയണൽ ആയിട്ടുള്ള ഇപ്പം ആൾക്കാർക്ക് ആവശ്യമുള്ള ഐറ്റം ഉണ്ടല്ലോ, ഇപ്പൊ ട്രെൻഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഈ മറ്റു ബ്രാൻഡുകൾ നമ്മളെ ഇവിടുത്തെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഇപ്പൊ ഇന്ത്യ നോക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റ് ഓരോ കൾച്ചറാണ്. നമ്മുടെ സ്റ്റേറ്റ് അല്ല, ഈവൻ സ്റ്റേറ്റിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കൾച്ചറും ലാംഗ്വേജ് ഒക്കെ തന്നെ മാറ്റം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു റീജിയൻ വൈസ് ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ബ്രാൻഡ് ആയതുകൊണ്ട് ഇവിടെ ഒരു പരിധി റീജിയൻ വൈസ് പ്രൊഡക്റ്റുകൾ ഓക്കെയാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോ നമ്മളെ ബേസിക് കുറച്ച് ഐറ്റംസുകളുണ്ട്, അത് ഓൾ ഓവർ എല്ലാ റീജിയനിലേക്കും ഓക്കെയാണ്. അതല്ലാതെ സ്പെഷ്യൽ എൻക്വയറികളുള്ള പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ഏരിയകളിലേക്ക് ഈ പറഞ്ഞ പോലെ ലൂസ് ഫിറ്റ് പാന്റ് ഒന്നും പോസിബിൾ ആവില്ല. അപ്പൊ നമ്മളെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ഉള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഓൺ മാനുഫാക്ചറിംഗിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമ്മളെ കേരളത്തിലെ ടേസ്റ്റ് അല്ല കർണാടകയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ടേസ്റ്റ് സെപ്പറേറ്റ് ആണ്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാനും പറ്റും.